വിചാരിക്കാത്ത ഒരു കാലത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. മാസങ്ങളായി സ്കൂളുകളും മദ്രസകളും അടച്ചിടുക, നാം വീട്ടിൽ അടച്ചിടുക. ആരെങ്കിലും വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരവസ്ഥ? മാസങ്ങളായി തീവണ്ടികളും വിമാനങ്ങളും ബസ്സുകളും നിർത്തിവെക്കുക, അങ്ങാടികൾ അടച്ചിടുകയും ആളില്ലാതെയുമാവുക, കുടുംബ വീടുകളിൽ പോകാൻ കഴിയാതെ ഇരിക്കുക, കല്യാണങ്ങളും സൽക്കാരങ്ങളും നിർത്തിവെക്കുക, ആളുകൾക്ക് ജോലി ഇല്ലാതെയാവുക. ലോകത്തെ മൊത്തം കീഴടക്കാൻ പാഞ്ഞു നടക്കുന്ന മനുഷ്യന്റെ ജീവിതം ഈ രീതിയിൽ തകിടമറിക്കാൻ നമ്മുടെ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞു എന്നതിനേക്കാൾ വലിയ അത്ഭുതം എന്താണ്? ചിന്തിക്കുന്ന മനുഷ്യന് ജീവിത രീതികൾ മാറ്റിമറിക്കാൻ ഇത് മതി. നമ്മൾ കുട്ടികളുടെ അവസ്ഥയാണ് കട്ടപ്പുക. എത്ര മാസങ്ങളായി സ്കൂളുകളിലും മദ്രസകളിലും മറ്റെങ്ങോട്ട് പോവാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. കുഴിമടിയനായ കുട്ടികൾക്ക് പോലും ഇപ്പോൾ സ്കൂളുകളിലും മദ്രസകളിലും പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. വീട്ടിൽ തന്നെയാണെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഓൺലൈൻ ക്ലാസിന്റെ വരവ്. മുമ്പ് മൊബൈൽ ഫോൺ എടുക്കുന്നതിന് അടിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോൾ മൊബൈൽ ഫോൺ എടുക്കാത്തതിന്റെ പേരിൽ അടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. എങ്കിലും ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ നാം വളരെ കരുതലോടെ ഉപയോഗിക്കണം. യഥാർത്ഥത്തിൽ ഫോൺ എന്ന് പറയുന്നത് ഒരു കത്തി പോലെയാണ്. കത്തി കൊണ്ട് നമുക്ക് ആപ്പിൾ മുറിക്കാനും മനുഷ്യനെ കൊല്ലാനും കഴിയുന്നു. മൊബൈൽ എന്ന കയ്യിൽ ഒതുക്കാവുന്ന യന്ത്രം കൊണ്ട് ഏറെ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അറിവ് നേടാൻ കഴിയുന്നതിനോടൊപ്പം മനുഷ്യനെ മഹാനാശത്തിലേക്ക് എത്തിക്കാനും മൊബൈൽ ഫോണിൽ കഴിയുന്നു. അതിന്റെ അമിത ഉപയോഗം കാരണം നമ്മുടെ കണ്ണിനും മനസ്സിനും ശരീരത്തിനും ഏറെ തകരാറുകൾ സംഭവിക്കുന്നു. കണ്ണിന് വരൾച്ച, കാഴ്ച തകരാറുകൾ എന്നിവയെല്ലാം അതുമൂലം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസിനെ പോലെയുള്ള അത്യാവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. വീണ്ടും കാണുന്നത് വരെ ബൈ.